ഞാൻ ആക്ച്വലി ഒരു മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അങ്ങനെയൊക്കെ. ആംബെയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഏകദേശം 70,000 പേരെ അഡ്രസ്സ് ചെയ്തൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു, കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. എനിക്ക് തോന്നുന്നത് ഒരു എപ്പോഴും മനസ്സിന് ഇപ്പോഴും ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് തരുന്ന മൊമെൻ്റാണ്. നമ്മൾ ശരിക്കും ലോകത്തിൽ പല സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് കഴിയുമ്പോഴേ മലയാളികൾ പ്രത്യേകിച്ചും കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾ ഈ നാടിൻ്റെ മഹത്വം മനസ്സിലാവത്തുള്ളൂ. അപ്പം ഇത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലം ജീവിക്കാൻ, ബിസിനസ്സൊക്കെ മാറ്റിവെക്കുക, ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം വേറെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ടത് എപ്പോഴും പ്രാക്ടിക്കൽ ആവുമെന്നൊന്നും എനിക്കറിയില്ല. ഈ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറുള്ള ഒരു ഓർഗനൈസേഷനിൽ ഒരു വർഷമെങ്കിലും വർക്ക് ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന സ്റ്റാർട്ടപ്പുകളിൽ സക്സസ് റേഷ്യോ കൂടുതലാണ്. സജീവ് നായരുടെ ഉള്ളിലിരിപ്പ് എന്താണ് നമുക്ക് ചോദിച്ചു നോക്കാം. താങ്കളുടെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാ? ഞാൻ നോർമലി 5:30 5:45 എൻ്റെ വേക്കപ്പ് ടൈം. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2-3 ഗ്ലാസ് വെള്ളം കുടിക്കും. ഒരു ദേശീയ ഗീ ഒരു ടേബിൾ സ്പൂൺ ഞാൻ കഴിക്കും. അതാണ് എൻ്റെ ആദ്യത്തെ ഭക്ഷണം. പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ സമയം അനുസരിച്ച് ചിലപ്പം കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യും, ഒരു 20 മിനിറ്റ്സ് ഒക്കെ. എല്ലാ ദിവസവും അങ്ങനെ റെഗുലർ ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു കോഫി, മോർണിംഗ് കോഫി എന്ന് പറയുന്നത്. അത് നമ്മളുടെ തന്നെ കോഫിയുണ്ട്, വി റൂട്ട്സിൻ്റെ ഒരു കോഫിയുണ്ട്. അതൊരു അറബിക്ക എക്സ്ട്രാക്റ്റും അശ്വഗന്ധയും ബ്രഹ്മിയൊക്കെ ചേർത്തുള്ള ഒരു സാധനമാണ്. പിന്നെ ഞാനിപ്പം കുറേ കാലമായിട്ട് ഇപ്പോൾ ജിമ്മ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 days എങ്കിലും പോകും. സോ ജിമ്മിൽ പോയതിന് ശേഷം തിരിച്ചു വന്നൊരു 1 hour അവിടെ ഉണ്ടാവും, പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും. അതിനുശേഷം തിരിച്ചു വന്നിട്ട് നോർമലി ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇലക്ട്രോലൈറ്റ്സ് കുറച്ച് കൂട്ടണം നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള സപ്ലിമെൻറ്റേഷൻ ഉണ്ടാവും, അത് നമുക്ക് കഴിക്കാം. പിന്നീട് ഞാൻ ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് എടുക്കും, അത് നമ്മുടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് പ്രോട്ടീൻ ഡ്രിങ്ക് എടുത്ത ശേഷമാണ് പിന്നെ നമ്മൾ ദിനചര്യകളിലേക്ക് പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ്, കൃത്യമായി ഓഫീസ് ടൈം അങ്ങനെയൊന്നുമില്ല. ഞാനങ്ങനെ ഓഫീസിൽ അധികം പോകാറില്ല. കൂടുതലും ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ എൻ്റെ വീട്ടിലുള്ള ഓഫീസിൽ തന്നെ ഇരുന്നാണ് മാനേജ് ചെയ്യുന്നത്. എങ്കിലും നമ്മൾ സാധാരണ മോർണിംഗ് റിവ്യൂ മീറ്റ്സ് ഒക്കെ ഉണ്ടാവും, വീക്ക്ലി റിവ്യൂസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു രാവിലെ 9:30 10 ആയിരിക്കും. പിന്നെ ഐ എം അവൈലബിൾ. അപ്പം അങ്ങനെ പോകും. ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ആരാ? എൻ്റെ അച്ഛൻ. ഒരുപാട് ഇവന്റുകൾ നടത്തിയിട്ടുണ്ട്. ഇതുവരെ നടത്തിയതിൽ ഏറ്റവും സംതൃപ്തി നൽകിയ ഒരു ഇവന്റ്? ആംബെയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഏകദേശം 70,000 പേരെ അഡ്രസ്സ് ചെയ്തൊരു ഇവന്റ് ഉണ്ടായിരുന്നു, കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. എനിക്ക് തോന്നുന്നത് ഒരു എപ്പോഴും മനസ്സിന് ഇപ്പോഴും ഏറ്റവും എക്സൈറ്റ്മെന്റ് തരുന്ന മൊമെൻ്റാണ്. ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളില്ലേ, അവരോട് പറയാനുള്ള എന്താ? അഡിക്ഷനുകൾക്ക് ഡ്രഗ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഡ്രഗ് ഒരു ചെറിയ അഡിക്ഷൻ മാത്രമേ ഞാൻ കാണുന്നത്, വളരെ ചെറിയ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമല്ല. അതിനേക്കാൾ വലിയ അഡിക്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അഡിക്ഷനാണ്. ഒരു അഡിക്ഷനുകളിലേക്കും പോകാതെ ശ്രദ്ധിക്കുക. കാരണം ലൈഫ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ട്രാക്കിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു അഡിക്ഷനും ഉണ്ടാവാൻ പാടില്ല. ഈ പ്രൊഫഷനിൽ ഏറ്റവും ത്രില്ല് നൽകുന്നൊരു കാര്യം എന്താ? മറ്റൊരാളുടെ ലൈഫിൽ വരുന്ന ഒരു അമേസിങ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. ബേസിക്കലി അവരുടെ ലൈഫിൽ വരുന്ന മാറ്റം നമ്മൾ കാണുമ്പം കിട്ടുന്ന ഒരു സംഭവമുണ്ട്, അതാണ്. പണത്തോടുള്ളൊരു കാഴ്ചപ്പാട് എന്താ? എൻ്റെ പേഴ്സിൽ ഒരിക്കലും പൈസ ഉണ്ടാവാറില്ല. എന്താ വെച്ചാൽ ബാങ്കില് ബാലൻസ് ഉള്ളതുകൊണ്ടാണ്. അല്ല, അതിൻ്റെ അല്ല. ഞാൻ അതിൽ അത്ര കൺസേൺഡേ അല്ല. ഇനി പൈസക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ആളെന്നല്ല അതിനർത്ഥം. അങ്ങനെ പിന്നെ ഒന്നാമത്തെ കാര്യം, ഞാൻ ഫിനാൻസ് മാനേജ്മെന്റും എനിക്ക് എത്രമാത്രം നല്ല വശമുള്ള പരിപാടിയൊന്നുമല്ല. അതിന് വ്യക്തമായിട്ടുള്ള പ്രൊഫഷണൽ ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ ഭാര്യയാണ് മുഴുവൻ നോക്കുന്നത്. താങ്കളുടെ കാഴ്ചപ്പാട് മാറ്റിയുറച്ച എന്തെങ്കിലും സംഭവം കുട്ടിക്കാലത്തോ പഠനകാലത്തോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഒരു മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് എന്നോട് ഒരാൾ ചോദിക്കുന്നത്, എൻ്റെ അച്ഛൻ ചോദിക്കുന്നത്, നിൻ്റെ പ്ലാൻ എന്താ ചോദിക്കുന്നത്. അപ്പം എനിക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞു, എന്തുകൊണ്ട് എനിക്ക് MBA എടുത്തുകൂടാ? അപ്പോൾ MBA എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിദ്യാഭ്യാസവും വളരെ ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവർക്ക് മാത്രമുള്ള, അന്ന് വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, നീ ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഒരു അഡ്മിഷൻ ടെസ്റ്റിന്
പോയി പരാജയപ്പെട്ടു. അതിനുശേഷം കാരണം ഇംഗ്ലീഷ് വീക്കായിരുന്നു. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്ത് വെച്ച് ഉച്ചത്തിൽ വായിച്ച് എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തു. അതിനുശേഷം ഞാൻ ടെസ്റ്റ് വീണ്ടും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യൂണിവേഴ്സിറ്റി തന്നെ ഞാൻ MBAക്ക് അഡ്മിഷൻ ടെസ്റ്റ് എഴുതി. അത് കംപ്ലീറ്റ് ചെയ്ത് പാസ്സായി. എനിക്ക് അഡ്മിഷൻ കിട്ടി. ആ അഡ്മിഷൻ കാർഡ് വാങ്ങി വരുന്ന സമയത്ത് അച്ഛനപ്പം റിട്ടയർ ആയി. എനിക്ക് വ്യക്തമായിട്ട് പിക്ചർ വരെ ഓർമ്മയുണ്ട്. അച്ഛനപ്പം വീട്ടിൽ അമ്മയുടെ കൂടെ ഇരുന്ന് ചക്ക വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ട് അച്ഛാ ഇത് അഡ്മിഷൻ ആയി എന്ന് പറയുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ എൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പം അച്ഛൻ്റെ കയ്യിൽ ചക്കയുടെ അരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നേ പറഞ്ഞില്ലടാ വേണമെന്ന് വെച്ചാൽ നടക്കുമെന്ന്. അപ്പം ആക്ച്വലി എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മോട്ടിവേഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. അത് അവിടെ നിന്നാണ് എനിക്കും തോന്നിയത് വേണമെന്ന് വെച്ചാൽ നടക്കും ഇതൊക്കെ. ഇപ്പോഴും ഇംഗ്ലീഷ് കീറാമുട്ടിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ്. പിന്നെ ഏറ്റവും ആവശ്യമുള്ള ലാംഗ്വേജ് ആണ്. അതിനെ വെറുക്കരുത്. നമുക്ക് മലയാളികൾക്ക് ഇപ്പം വന്ന് എന്തോ ഇംഗ്ലീഷ് പറയുന്നവരോട് പുച്ഛം എന്തിനാണെന്ന് അറിയില്ലത്. ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്തു വെച്ച് ഒരു ഡിക്ഷണറി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തിൽ വായിക്കാനും തയ്യാറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഇംഗ്ലീഷ് ന്യൂസ് കാണുക, ഉച്ചാരണമൊക്കെ ഒന്ന് ശരിയാക്കുക. ഞാൻ അങ്ങനെ പഠിച്ച ആളാണ്. ആത്മീയതയോടുള്ളൊരു കാഴ്ചപ്പാട് എന്താ? അങ്ങനെ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഞാൻ സമയമൊന്നും ചെലവഴിക്കാറില്ല. അത് എന്നിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളായ. ഇപ്പൊ താങ്കളുടെ സ്വഭാവത്തിൽ എന്ത് പ്രത്യേകതയായിരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിച്ചത്? ഞാൻ എല്ലാത്തിനും പോസിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒത്തിരി എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഒരാൾ എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പറ്റിച്ചിട്ട് പോവാം. ഈസി ആയിട്ട് പറ്റിക്കപ്പെടാവുന്ന ഒരാളാണ് സജീവ് നായർ. ഈസി ആയിട്ട് പറ്റിക്കപ്പെടാം, ഈസി ആയിട്ട് വിൽക്കാം. അതുകൊണ്ട് ഞാൻ ഈ സെയിൽസ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പം എൻ്റെ അടുത്ത് തന്നെ വിൽക്കാൻ പറ്റും. കാരണം ഞാൻ പറയും ഞാൻ വളരെ ഒരു വീക്ക് പ്രോസ്പെക്റ്റ് ആണെന്ന് പറയും. അപ്പം ബേസിക്കലി നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ആണ്. അതുകൊണ്ട് കുറച്ച് പറ്റിക്കലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും പറ്റിക്കപ്പെട്ടൊരു നിമിഷം ഏതാ? കുറെ ഉണ്ട്. ചെയിനായിട്ട് അത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് സീരിയസ് ആയിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും. ഇത്രയും ഇങ്ങനെ നിൽക്കുന്ന ഒരാള് പറ്റിക്കപ്പെട്ടതിൽ റിഗ്രറ്റ് ഒക്കെ തോന്നിയ ഒരു സമയം? അത് ആക്ച്വലി അങ്ങനെ നോക്കിയാൽ നമ്മുടെ കൂടെ തന്നെ ജോലി ചെയ്ത ഒരാള് പിന്നീട് പുതിയൊരു കംപ്ലീറ്റ്ലി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കഥയൊക്കെ ഉണ്ടാക്കി. ആ കഥയിനകത്ത് നമ്മളെ വില്ലനാക്കി ചിത്രീകരിച്ചുകൊണ്ട് അത് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ തന്നെ കയറി വന്നോ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളത് ബാധിച്ചിട്ടൊന്നുമില്ല. ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം. ഇപ്പൊ ചുറ്റിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് ശാക്തീകരിക്കുന്നത്? എങ്ങനെയാണ് ഒരു അടുത്ത് നിൽക്കേണ്ട ആളുടെ ഒരു ശക്തിയോ ദൗർബല്യമോ ഒക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്? മെയിൻലി ഞാൻ എപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അത് പാർട്ട്നേഴ്സ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഒക്കെ, അവരോട് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളത് ഹൗ ക്വസ്റ്റ്യൻസ് ആണ്. വൈ ക്വസ്റ്റ്യൻസ് കഴിയാവുന്നിടത്ത് ഞാൻ അവോയ്ഡ് ചെയ്യും. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് താൻ ഇത് അച്ചീവ് ചെയ്തില്ല എന്ന് ഞാൻ ചോദിക്കുന്നതിന് പകരം എങ്ങനെ നമുക്കിത് അച്ചീവ് ചെയ്യാമെന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഞാനത് എല്ലാവരോടും പറയാറുണ്ട്. ഈ എപ്പോഴും നമ്മൾ എസ്പെഷ്യലി നമ്മളുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കൂടുതൽ ഹൗ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങുക. അപ്പം ഓട്ടോമാറ്റിക്കലി ആൾക്കാർ നമ്മുടെ പാർട്ടാവും. നമ്മൾ അവരുടെ പാർട്ടാണല്ലോ. പുതിയ ആശയങ്ങൾ അത് എപ്പോഴാണ് മനസ്സിലേക്ക് വരുന്നത്? മീൻസ് ഏതെങ്കിലും ഒരു സമയമാവാം. വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമാണ്. അപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പുതിയ ചെയ്യണം തോന്നുന്നത്. അങ്ങനെ ഒരു ആശയം കിട്ടിയാൽ ആദ്യം ആരോടായിരിക്കും പറയാ? അങ്ങനെ ഒരു പുതിയ ആശയം കിട്ടിയാൽ തീർച്ചയായിട്ടും എൻ്റെ വൈഫുമായിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുക. കാരണം വെച്ചാൽ പൈസയുടെ കാര്യം കൊണ്ട് നോക്കട്ടെ, ആശയത്തെ റിയലൈസ് ചെയ്യാനായിട്ട്. വൈഫ് നോ പറഞ്ഞാ അത് നോ ആയിരിക്കും. അങ്ങനെ വയസ്സിന് പറഞ്ഞിട്ടില്ല. ടീമിൽ ഒരാളെ ചേർക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം? അയാൾക്കൊരു ആന്റർപ്രന്യൂറൽ സ്പിരിറ്റ്, ഒരു ഹയർ പൊസിഷനിൽ ഞാൻ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു ആന്റർപ്രന്യൂറൽ സ്പിരിറ്റ് ഉണ്ടോ എന്നാണ്. കാരണം ഞാൻ എന്തായാലും മൈക്രോ മാനേജ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ ബേസിക്കലി സെൽഫ് ഡ്രൈവ് ഇല്ലാത്ത ഒരാൾ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല. ഇപ്പോ മോട്ടിവേഷണൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതൊക്കെ തന്നെ ആയിരിക്കാം. എന്നാൽ അല്ലാതൊരു ഹോബി എന്ന് പറയാനാണെങ്കിൽ എന്താ? ചുമ്മാ ഇരിക്കാന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഹോബി. എത്ര നേരം ചുമ്മാതിരിക്കും? എത്ര നേരം വേണം ഇരിക്കാം, സീരിയസ് ആയിട്ട്. ചുമ്മാ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് ബേസിക്കലി വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല, നമ്മള് ആ ഒരു സോണിൽ ഇരിക്കുക ബേസിക്കലി. അപ്പൊ ബിസിനസ് ചിന്ത അതിന്നൊക്കെ മാറിയിരിക്കോ അതോ? ഇല്ല, അതൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സ്പേസിൽ ഇരിക്കുക കൂടുതൽ ആൾക്കാരുമായിട്ട്. ഞാൻ അങ്ങനെ ഒരു ഒത്തിരി അധികം സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. ഇപ്പൊ വീട് കഴിഞ്ഞാൽ കൂടുതൽ എവിടെയാ സ്പെൻഡ് ചെയ്യാ? വീട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എയറിലായിരിക്കും, എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആളാണോ? ഇല്ല, അധികമൊന്നുമില്ല, എന്നാലും മോശമില്ല. ഏറ്റവും ആകർഷിച്ച ലോകരാജ്യങ്ങൾ ഏതൊക്കെയാ?
ഏറ്റവും ഇഷ്ടമുള്ളത് ഒന്ന്, എനിക്ക് ദുബായ് ഇഷ്ടമാണ്. പ്രധാനമായിട്ട് അങ്ങനെ അവിടെ പോയി ജീവിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ദുബായ് ഇടയ്ക്കിടയ്ക്ക് പോകാൻ ഇഷ്ടമാണ്. കാരണം അതിൻ്റെ സ്പീഡ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു എനർജി വളരെ ഇഷ്ടമാണ്. പിന്നെ ഒരു ഇഷ്ടമുള്ള ഭൂപ്രകൃതിയും അതിൻ്റെ ഭംഗിയും ഒക്കെ വെച്ച് നോക്കി ഓസ്ട്രേലിയയാണ്. ജീവിക്കാനായിട്ട് കുറച്ച് അധികകാലം ജീവിക്കാനായിട്ടൊരു സ്ഥലം തിരഞ്ഞെടുത്താലോ? കേരളം. കേരളം തന്നെ. ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പറയാമോ? ഒരു രാഷ്ട്ര നേതാവ്. പലരോടും തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വ്യക്തമായിട്ടത് അറിയാവുന്ന സംഭവമൊന്നുമല്ല. ഇപ്പം എനിക്ക് വാജ്പേയി, രാജീവ് ഗാന്ധി, ഇപ്പോഴത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി, ഇവരുടെയൊക്കെ ഒരു മെത്തഡോളജിയും അവരുടെ ഒരു ലീഡർഷിപ്പ് സ്കില്ലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ യാത്രകളാണോ അതോ നെറ്റ്വർക്കിംഗ് പോലുള്ള കാര്യങ്ങളാണോ സജീവ് നായർ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് കൂടുതലായിട്ട്? നെറ്റ്വർക്കിംഗിൽ ഞാൻ വളരെ വീക്കാണ്. യാത്രകളായിരിക്കാം. ഈ മോട്ടിവേഷനായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളെ നെറ്റ്വർക്കിംഗിൽ എങ്ങനെ വീക്കാവും? അതെനിക്ക് തന്നെ അറിയില്ല എന്താ പ്രശ്നം എന്നുള്ളത്. കാരണം ഗിവൺ എ ചാൻസ് ഞാൻ അത്തരത്തിലുള്ള അതല്ലേ. ഇപ്പം ധനത്തിന് തന്നെ ഇവന്റ്സിലും മറിയ 2 പ്രാവശ്യമൊക്കെ വിളിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ. അതെന്തുകൊണ്ടാണ് നെറ്റ്വർക്കിംഗിൽ പിന്നോട്ട് പോകുന്നതിന്റെ ഒരു കാര്യം എന്താ? മീൻസ് അത് കാരണം ക്രൗഡിനെ അഭിമുഖീകരിക്കുന്ന ഒരാളാണല്ലോ എപ്പോഴും. അത് ഈ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളുകൾ ക്യാമറയുടെ മുമ്പിൽ പെർഫെക്റ്റ് ആയിരിക്കും. ക്യാമറ മാറ്റി ചിലപ്പോൾ അവർക്ക് പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞ പോലെ സ്റ്റേജിൽ നിൽക്കുന്ന പോലെ അല്ലല്ലോ മനുഷ്യരുടെ ഇടക്കിറങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ബേസിക്കലി ഐ ലവ് ടു സ്പെൻഡ് ടൈം വിത്ത് മൈസെൽഫ്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പൊ മീറ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാനങ്ങനെ ഒരു മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയൊക്കെയോ മീറ്റ് ചെയ്യപ്പെടാറുണ്ട്. മീറ്റ് ചെയ്യാറുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, മീറ്റ് ചെയ്യപ്പെടാറുണ്ട്. അതൊരു അനുഗ്രഹമാണ് എനിക്ക്. അതൊരു സത്യം പറഞ്ഞാൽ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം അങ്ങനെ ഏറ്റവും വിലപ്പെട്ടൊരു മീറ്റിംഗ് ഏതായിരുന്നു? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട എൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഗുരു ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. അദ്ദേഹം അതുകൊണ്ട് കാരണമായതും ധനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതായത് എൻ്റെ ആദ്യത്തെ പുസ്തകം ധനം റിലീസ് ചെയ്യുന്ന വിജയമന്ത്രങ്ങളിൽ നിന്ന് റിലീസ് ചെയ്തത് ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു. അന്ന് ദക്ഷിണാമൂർത്തി സ്വാമി അന്ന് ബുക്ക് റിലീസ് TDM ഹോളിലായിരുന്നു ധനം അറേഞ്ച് ചെയ്തിരുന്നത്. അന്ന് ഇവിടെ ഉച്ചയ്ക്ക് സ്വാമി വന്നിട്ട് ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്വാമിക്ക് ഇവിടെ ഇഷ്ടമായി. അപ്പം സ്വാമി പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു സ്വാമി ഇനി മുതൽ എറണാകുളത്ത് വരുമ്പം സ്വാമിക്ക് ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുതൽ എങ്ങനെയോ ആ ഒരു ബന്ധം. പിന്നെ സ്വാമി കേരളത്തിൽ വന്നാൽ ഇവിടെയായിരുന്നു താമസിക്കുന്നത്. അപ്പം അങ്ങനെ വർഷങ്ങളോളം ഞങ്ങൾ എനിക്ക് സംഗീതത്തിൽ അത്ര വലിയ സംഗീതം ഇഷ്ടമാണ്, അറിയില്ല എങ്കിൽ പോലും ഫിലോസഫിക്കലി എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയും സ്വാമി തന്നെയാണ്. സ്വാമിയുടെ തോട്ട് പ്രോസസ്സുകൾ അന്ന് വരെ ഉണ്ടായിരുന്ന എന്നെ പൂർണ്ണമായിട്ടും മാറ്റി. താങ്കൾ ഡെലിഗേറ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? പലപ്പോഴും ഒരു പുതിയ ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഒരു ഷേപ്പ് ആവുന്നവരെ ഞാനത് അങ്ങനെ ആരെയായിട്ട് ഇൻവോൾവ് ചെയ്യിക്കാറില്ല. ഞാൻ തന്നെ അതിനെ ഒരു ഷേപ്പിലാക്കിയ ശേഷം മാത്രമേ ഞാൻ അത് അടുത്തൊരു ലെവലിലേക്ക് പാസ് ചെയ്യാറുള്ളൂ. താങ്കളുടെ ജീവിതത്തിന്റെ ഒരു പർപ്പസ് എന്താണ് എന്നാണ് മനസ്സിലാക്കിയത്? അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണെന്നുള്ളതാണ്. കാരണം അവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നതും അവിടെയാണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത്. അപ്പം അത് തന്നെയാണ് മലയാളികളോട് പറയാനുള്ള ഒരു കാര്യം. നമ്മൾ ശരിക്കും ലോകത്തിൽ പല സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചു കഴിയുമ്പോഴേ മലയാളികൾ പ്രത്യേകിച്ചും കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾ ഈ നാടിൻ്റെ മഹത്വം മനസ്സിലാവത്തുള്ളൂ. അപ്പം ഇത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ജീവിക്കാൻ, ബിസിനസ്സൊക്കെ മാറ്റിവെക്കുക, ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം വേറെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ മാത്രം ധാരണയാവാം. എന്നെക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കൂടി നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ജീവിക്കുന്ന മലയാളികൾ, കാരണം ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന മലയാളികൾ വ്യത്യസ്തരാണ്. അപ്പം ഇവിടെ ജീവിക്കുന്ന മലയാളികൾ കുറെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും നല്ലതിനെ കണ്ടാൽ നല്ലതായിട്ട് പ്രകീർത്തിക്കാനും സാധിക്കുകയാണെങ്കിൽ ഈ നാട് സ്വർഗമാക്കി മാറ്റാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് പൊളിറ്റീഷ്യൻ്റെ മുകളിലും യൂണിയനുകളുടെ മുകളിലും അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിൻ്റെ മുകളിലേക്കും ചാരുന്ന ഒരു രീതിയാണുള്ളത്. അത് അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും പ്രശ്നങ്ങൾ. പക്ഷേ അതിനൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് എക്കോസിസ്റ്റം ഇവിടുത്തെ ആൾക്കാർ വിചാരിച്ചാൽ സാധിക്കും. കാരണം ദൈവം അനുഗ്രഹിച്ച ഒരു നാട് നമുക്ക് തന്നിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ള ഭാഗ്യം. ഇവിടെ ഈ നാടിനെ സ്വർഗമാക്കേണ്ടത് നമ്മളാണ്. നേരത്തെ പറഞ്ഞപ്പോൾ ബിസിനസ്സിനെ ഒഴിച്ചു നിർത്തിയാലെന്ന് പറഞ്ഞു. അപ്പൊ ബിസിനസ് ചെയ്യാൻ കേരളം പറ്റില്ല? എനിക്കറിയില്ല. കാരണം ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നമ്മളുടെ അനുഭവം അനുസരിച്ച്, എൻ്റെ അനുഭവം കൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ നമുക്കറിയാവുന്ന പല ആൾക്കാരുടെ അനുഭവം കൊണ്ട്
അതിന് പറ്റുന്ന അതും ഈ എക്കോസിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ ബേസിക് ആയിട്ട് നോക്കിയാൽ ഇവിടെ ബിസിനസ്സുകാർ ആന്റർപ്രന്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ബ്യൂറോക്രസിയും പൊളിറ്റിക്സും അതൊക്കെ എല്ലാ സ്റ്റേറ്റുകളിലും ഒരു പരിധി വരെയൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അവരാണ് പോയിട്ട് ആദ്യം അവിടെ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്ത് ഈ ബ്യൂറോക്രാറ്റ്സിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ മീഡിയയെ അപ്പം തന്നെ അതും വളരെ ക്രൂഷ്യലാണ്. ഞാൻ കണ്ടെടുത്തോളൂ ഈ നാടില് എനിക്കൊന്നും ഇത്രയും ന്യൂസ് ചാനലുള്ള വേറെ ഒരു സ്റ്റേറ്റ് കാണത്തില്ല. അപ്പം നമ്മുടെ നാടിന് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒന്ന് മീഡിയയും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ചെറിയൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ഹൈലൈറ്റ് ചെയ്ത് ലോകം മുഴുവൻ അറിയത് നമ്മുടെ നാടിനെ അത് അഫക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത്. അതൊന്ന് മാറി പിടിക്കുകയാണെങ്കിൽ അതൊരു എനിക്കറിയില്ല, അതൊക്കെ ഒരു ഇമാജിനേഷന് മാത്രം കാണാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ആര് ഇനിഷ്യേറ്റീവ് എടുത്താൽ നടക്കുമെന്നും എനിക്കറിയില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു എക്കോസിസ്റ്റം നമുക്ക് ഈ നാട്ടിൽ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായ ഒരു തീരം ലോകത്തുണ്ടാവില്ല. പാരന്റിങ്ങിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ? കാഴ്ചപ്പാടെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം ഒരു പാരന്റിംഗ് എന്നാണ് താങ്കളുടെ ഒരു ഇത് തോന്നുന്നത്? ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ പലതും പറയുന്നുണ്ടല്ലോ പാരന്റിങ്ങിലത്തെ. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇന്ന് ഞാൻ പല ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കേൾക്കുന്ന പല കാര്യങ്ങളും പേരൻസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം. കാരണം കുട്ടികൾ ജനിച്ചു വീഴുന്നു കഴിഞ്ഞിട്ട് വളർന്നു വരുന്ന സാഹചര്യം, നമ്മളെന്താണോ പറയുന്നത്, നമ്മളെന്താണോ ചെയ്യുന്നത്, അത് കണ്ടാണല്ലോ അവർ വളർന്നു വരുന്നത്. അപ്പോൾ അവർ കൂടുതൽ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളെന്തോ അവരിൽ എക്സ്പെക്ട് ചെയ്യിച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ വളരെ ക്ലിയർ ആയിരുന്നു അക്കാര്യത്തിൽ. ഞങ്ങളുടെ കുട്ടികൾ 2 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ 2-3 കാർ ഉണ്ടായിട്ടും ഒരിക്കലും എൻ്റെ കുട്ടികളെ സ്കൂളിൽ കാറിൽ വിട്ടിട്ടില്ല. സ്കൂൾ ബസ് തന്നെ വിട്ടിട്ടുള്ളൂ. ഞാനീ പറയുന്ന പോലെ എല്ലാവരും ചെയ്യണമെന്നോ അതൊന്നും അല്ല അർത്ഥം കേട്ടോ. ഇപ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനൊരു യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉടനെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനത്തെ യാതൊരു ശീലങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. ഈ എക്സ്പെക്റ്റേഷനുകൾ നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് പിന്നീട് അത് ഡിസപ്പോയിൻമെൻ്റ് ആവുന്നതും. അതൊരുപക്ഷെ പിന്നീടൊരിക്കൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും ഈ കുട്ടികൾ തന്നെ അത് കിട്ടുന്ന വേറെ എങ്ങോട്ടെങ്കിലും സോഴ്സുകളിലേക്ക് പോകുന്നതൊക്കെ. നമ്മൾ സയൻറ്റിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തവണയും നമ്മൾ എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുമ്പോൾ, ഒരു ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ, ആക്ച്വലി പറയുന്നത് ന്യൂറോ സയൻസ് പറയുന്ന ഒരു ഡോപ്പമൈൻ റിസപ്റ്റർ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയാം. അങ്ങനെ ആവശ്യമില്ലാതെ കുറേ ഡോപ്പമൈൻ റിസപ്റ്റർ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്രേവിങ് ഉണ്ടാവും ഇതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കൊടുത്തില്ലെങ്കിൽ വേറെ ആരുടെയും മാത്രം. അപ്പം അതുകൊണ്ട് എപ്പോഴും കുട്ടികളെ വളർത്തുന്നത് എൻ്റെ ഒപ്പീനിയനിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് വളർത്തുക. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മോള് ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് റാങ്കിലാണ്. ഓക്കെ, യാതൊരു പ്രശ്നമില്ല അതുകൊണ്ട്. കാരണം അവൾ വളർന്നു വന്ന ഈ സാഹചര്യം എൻ്റെ ഓഫീസിലുള്ള എല്ലാ ആൾക്കാരും അവരുമായിട്ട് കംഫർട്ടബിൾ ആയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാറുള്ളത്. കാരണം പലപ്പോഴും പല ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും വളരെ കൺസേൺഡ് ആണ്. നമുക്ക് അഫോർഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, പക്ഷെ മോള് പറയുന്ന വീട്ടിലൊരു ബെൻസ് വാങ്ങിയേ പറ്റൂന്നാണ്. ആലോചിച്ച് നോക്കണേ, എന്താണ് പറയണമെന്നുള്ള ധൈര്യം. അപ്പോൾ അത് എവിടെ നിന്നുണ്ടായതാ? ജനിച്ചു വീണപ്പോൾ തന്നെ കുട്ടിയുടെ മനസ്സിലുണ്ടായതാണ്. നമ്മളാരോ ഫീഡ് ചെയ്ത് കൊടുത്താണ്. ഇപ്പം ഒന്ന്, അനാവശ്യമായ എക്സ്പെക്ടേഷനുകൾ ബിൽഡ് ചെയ്യാതിരിക്കുക, അനാവശ്യമായ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാതിരിക്കുക. കാരണം കുട്ടികൾ നമ്മളൊന്നും എന്താ പറയുക, അമരത്വം പ്രാപിച്ചവരൊന്നും അല്ലല്ലോ. എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ പോകുമല്ലോ. അന്ന് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ആവശ്യമില്ലാത്ത അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഒരാഴ്ചത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് നിരാശയാവും. അപ്പം ഒരു അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് പോലെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീല്. ടൈം മാനേജ്മെന്റ്, പ്രൊഡക്ടിവിറ്റി, ഈ 2 കാര്യങ്ങൾ താങ്കളുടെ ടെക്നിക്ക് എന്താ? ഞാൻ ആക്ച്വലി ടൈം മാനേജ്മെന്റ് എത്രമാത്രം ഞാൻ അത്ര ഫോളോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. കാരണം നമ്മൾ വ്യക്തമായിട്ടൊരു ഒരു കലണ്ടർ ടേബിൾ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിയേറ്റീവ് ഇന്നോവേഷൻ സ്പേസിലൊക്കെ വലിയ പ്രയാസമാണ്. ഞാനതുകൊണ്ട് എപ്പോഴും ചെയ്യാറുള്ള പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പം വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് നൗ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ്റ് നമ്മൾ പറയില്ലേ, ഈ സ്റ്റീഫൻ കോവിയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങൾ അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതനുസരിച്ച് ഞാൻ എൻ്റെ ഡേ സ്കെഡ്യൂൾ ചെയ്യാറുള്ളത് തന്നെ അങ്ങനെയാണ്. അല്ലാതെ എനിക്ക് ഒരു കൃത്യമായിട്ടൊരു ഇത്ര സമയത്തെന്ന് പറയുന്ന ഒരു രീതി ഞാൻ അത്ര അവലംബിക്കാറില്ല. കഴിയാവുന്ന മീറ്റിങ്ങുകൾക്ക് കൃത്യമായ സമയം പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രൊഡക്ടിവിറ്റി ബേസിക്കലി ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അതാണ്. ഞാനൊരു 1 മണിക്കൂറേ വർക്ക് ചെയ്തുള്ളെങ്കിലും ആ ഒരു മണിക്കൂറിൽ എന്തുമാത്രം പ്രൊഡക്റ്റീവ് ആകാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് ആവശ്യം എൻ്റെ ബോഡിയുടെയും ബ്രെയിനിൻ്റെയും ഹെൽപ്പാണ്. ഞാനതുകൊണ്ട് എപ്പോഴും എൻ്റെ ബോഡിയും ബ്രെയിനിനെയും
ഒപ്റ്റിമൈസ് നിർത്തും. ഉം. അപ്പം ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ഇപ്പോൾ ആൻറ്റർപ്രന്യൂഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് മൂവ്മെൻ്റ് ആണ്. ഈ മാക്സിമം ബോഡി മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ബോഡി മൂവ് ചെയ്താൽ തന്നെ എനർജി ഉണ്ടാവും. അപ്പം ഒരു ഹാഫ് ആൻ അവർ ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് എണീക്കുക, ഒന്ന് മൂവ് ചെയ്യുക. ഉം. അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് വളരെ നല്ലതാണ്. ഒരുപാട് സഞ്ചരിക്കുന്ന യാത്ര ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ എന്ത് കാര്യമാണ് നിരീക്ഷിക്കാറുള്ളത്? ഞാൻ കൂടുതലും കാണാറുള്ള അവിടുത്തെ ഡെവലപ്മെൻറ്റുകളെ കുറിച്ചും എൻ്റെ കണ്ണ് അങ്ങോട്ടൊക്കെയാണ് പോകാറുള്ളത്. ഡെവലപ്മെൻറ്റ്സും അവിടുത്തെ ആ നാടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്താണെന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഞാൻ ലാസ്റ്റ് പോകുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഫാസിനേറ്റ് ചെയ്ത് അവിടുത്തെ ഫാമിംഗ് ആണ്. കാരണം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഫാം ലാൻഡ്സിൻ്റെ ഒക്കെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളതിൻ്റെ 10 പോലും ഇല്ല. ഫാമുകളുടെയൊക്കെ ആ ഒരു അവിടുത്തെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി അതുപോലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ദുബായ് പോലുള്ള സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡുകളെ കുറിച്ചായിരിക്കും നമ്മൾ നോക്കുക കൂടുതൽ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ? അമ്മയുടെ കൂടെ കുറച്ച് സമയം കൂടെ ചിലവഴിക്കണം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഏറ്റവും തിരക്കുള്ള സമയത്തായിരുന്നു അമ്മയ്ക്ക് അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ആ സമയത്ത് ട്രാവലിലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി നമ്മളെ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത്. ഈ സ്റ്റാർട്ടപ്പ് സംരംഭകരോട് എന്താ പറയാനുള്ളത്? മിക്ക സ്റ്റാർട്ടപ്പുകളും ഇപ്പോൾ അടുത്തിടയ്ക്കൊരു നമ്മളൊരു പിച്ചിങ് റൗണ്ട് ചെയ്തിരുന്നു, ഒരു ചാനലുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ വരുന്ന സ്റ്റാർട്ടപ്പുകളുടെ 250-260 പ്രപ്പോസൽ വന്നതിനകത്ത് 8-10 എടുക്കാൻ പറ്റിയതാണ് പിച്ച് ചെയ്യാൻ വേണ്ടി. മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അവർക്കത് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. അത് ഈ ഫൗണ്ടേഴ്സിന് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും ഐഡിയ. പക്ഷെ അതിന് മാർക്കറ്റിൽ അങ്ങനെ ഒരു സംഭവം റിക്വയർമെൻറ്റ് ഉണ്ടോ എന്നുള്ളത് പലപ്പോഴും അവരുടെ നിരീക്ഷണത്തിൻ്റെ കുറവാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് പലപ്പോഴും കാണാൻ പറ്റാറില്ല. എന്ന് വെച്ചാൽ എല്ലാത്തിനും റിക്വയർമെൻറ്റ് ഉണ്ടാവണമെന്നില്ല, റിക്വയർമെൻറ്റ് ഉണ്ടാക്കിയാലും മതി. ഇപ്പം ഞാൻ ചെയ്യുന്ന പലതും റിക്വയർമെൻറ്റ് ഉള്ളതൊന്നുമല്ല, ഞാൻ തന്നെ ഉണ്ടാക്കുക റിക്വയർമെൻറ്റ്. പക്ഷെ അതിനുള്ള സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതൊരു നോർമൽ സ്ട്രാറ്റജി വർക്ക് ചെയ്യില്ല. മാർക്കറ്റിൽ റിക്വയർമെൻ്റ് ഉള്ള ഇപ്പം പല ആൾക്കാരും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റൗണ്ട്സ് ഓഫ് ഫണ്ടിങ്ങിൻ്റെ ആവശ്യമുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യണം. അതൊക്കെ വരുമ്പോൾ എപ്പോഴും മാർക്കറ്റ് ഡിമാൻഡ് ഉള്ളതിന് മാത്രമേ സാധിക്കൂ. നമ്മൾ പുതിയൊരു ഐഡിയ കോൺസെപ്റ്റ് കൊണ്ടുവന്നാൽ മാർക്കറ്റിൽ ഓൾറെഡി അങ്ങനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിമാൻഡ് ഇല്ലെങ്കിൽ അത് എത്ര കാലം നിങ്ങൾക്ക് ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് വളരെ ക്രിട്ടിക്കലായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ താമസമില്ലാതെ തേഞ്ഞു മാഞ്ഞു പോകും. ഇതാണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്റ്റാർട്ടപ്സിലുള്ള ആൾക്കാരിൽ കാണുന്ന ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, വേറുള്ളവൻ്റെ പോക്കറ്റിലെ പൈസ കണ്ടുകൊണ്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. ഇവിടെ വെഞ്ചർ ഫണ്ടിങ് ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മളൊരു ഐഡിയ ആയിട്ട് പിച്ച് ഡെക്ക് ഉണ്ടാക്കി ഇറങ്ങിയാലൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല. കാരണം ഒരു സമയം ഉണ്ടായിരുന്നു വെഞ്ചർ ഫണ്ടിങ് ഒക്കെ വളരെയധികം ഒഴുകിയിരുന്നൊരു കാലമുണ്ട്. പക്ഷേ ഇന്ന് വളരെ മെറ്റിക്കുലസ് ആണ്. അവരും നോക്കുന്ന ഓരോ മെട്രിക്സും വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം ഞാനീ പറയുന്നത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. മിക്ക സ്റ്റാർട്ടപ്പുകളിലും കാണുന്ന ഒരു പ്രശ്നം, ഈവൻ ഫണ്ടിങ് കിട്ടിയതിൽ പോലും പലയിടത്തും കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനേജ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല പല സ്റ്റാർട്ടപ്പുകൾക്കും. പ്രധാനമായിട്ട് ഇവരാരും എങ്ങും വർക്ക് ചെയ്തിട്ട് പോലുമില്ല. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നേരെ ഇങ്ങ് ഇറങ്ങി വരികയാണ് അവർ. അപ്പോൾ ഇവർക്കൊരു വെണ്ടർ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ ഇവൻ ഒരു സബോർഡിനേറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഒരു വർക്ക് എൻവയോൺമെൻറ്റ് എന്താണെന്നോ പലർക്കും അറിയില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ടത് എപ്പോഴും പ്രാക്ടിക്കൽ ആവുമെന്നൊന്നും എനിക്കറിയില്ല. ഈ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറുള്ള ഒരു ഓർഗനൈസേഷനിൽ ഒരു വർഷമെങ്കിലും വർക്ക് ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന സ്റ്റാർട്ടപ്പുകളിൽ സക്സസ് റേഷ്യോ കൂടുതലാണ്. അടുത്ത കാലത്തായിട്ട് താങ്കൾ ഒഴിവാക്കിയൊരു ശീലം പറയാമോ? കുറേ ബ്രേക്കിന് ശേഷം ഞാനിപ്പം ലേണിംഗ് മോഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ഒരു 2016-17 നന്നായിട്ട് ഈ ലോഞ്ചിവിറ്റി, പീക്ക് പെർഫോമൻസ്, ഇതിലൊക്കെ പഠിത്തവും റിസർച്ചും അതിനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വി റൂട്ട്സ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സായി. അപ്പോൾ ബിസിനസ്സിനകത്തോട്ട് അങ്ങോട്ട് നമ്മൾ ഇൻ ദ ബിസിനസ് ആണല്ലോ തുടക്കത്തിൽ. ഇതൊക്കെ നമുക്ക് മോട്ടിവേഷന് വേണ്ടി പറയാം, ഓൺ ദ ബിസിനസ് ആയിരിക്കണം, ഇൻ ദ ബിസിനസ് ആവരുതെന്നൊക്കെ പറയും. പക്ഷെ ഒരു പരിധി വരെ, ഒരു സ്ഥലം എത്തുന്നവരെ തന്നെ ഇൻ ദ ബിസിനസ് തന്നെ ഓടിക്കണം. ആ സമയത്ത് നമ്മുടെ തലയിൽ വേറെ ഒന്നും നടക്കൂല. ആ സമയത്ത് അത് പറയാം, ബാക്കിയൊക്കെ മോട്ടിവേഷന് വേണ്ടി എന്നും പറയാം. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഫിഗറുകളും ഈ മാസത്തെ എക്സ്പെൻസ് അങ്ങനെ പ്രാക്ടിക്കലായിട്ട് അങ്ങനെ വരുള്ളൂ. ഇപ്പോൾ വി റൂട്ട്സ് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ഒരു ടേക്ക് ഓഫ് പാത്തിലാണ് എന്ന് വെച്ചാൽ മീൻസ് ഇറ്റ്സ്. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും ഒരു കൈൻഡ് ഓഫ് ഒരു ലേണിംഗ് മോഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അത് എൻ്റെ സോഷ്യൽ മീഡിയയിൽ അത് കാണാൻ പറ്റും. കാരണം സോഷ്യൽ മീഡിയ നോക്കിയാൽ കഴിഞ്ഞ
കുറച്ച് ആളുകൾ അതിൻ്റെ കണ്ടന്റ് ഒക്കെ വളരെ വീക്കാണ്, ഇറഗുലറാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇപ്പം ഞാൻ കഴിഞ്ഞൊരു മാസം മുതൽ ഞാൻ കുറച്ചുകൂടെ ഒരു ലേണിംഗ് മോഡിലേക്ക് മാറി. കുറച്ചുകൂടെ എനിക്കപ്പം കുറച്ചുകൂടെ നല്ല കണ്ടന്റുകൾ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെയാണ് പുതിയതായിട്ട് പറയാനുള്ളത്. നിർത്തിയ ശീലം എന്ന് പറയാൻ എനിക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ശീലങ്ങളൊന്നും എനിക്കില്ല. മീൻസ് അങ്ങനെ പറയാൻ എടുത്തു പറയാം. വായിക്കുന്നത് ഏതുതരം ബുക്കുകളാ സ്വാധീനിച്ചൊരു 2-3 ബുക്കുകൾ പറയാൻ പറ്റുമോ? എനിക്ക് ഇഷ്ടമുള്ള വായിക്കാൻ താല്പര്യമുള്ള പുസ്തകങ്ങളെയൊക്കെ കൂടുതൽ ഞാൻ വായിക്കാറുള്ളത് എപ്പോഴും പബ്ലിഷ് പേപ്പേഴ്സും അതേപോലെ തന്നെ ആർട്ടിക്കിൾസും ഒക്കെയാണ്. കാരണം അത് ഷോർട്ട് റീഡ് ആണല്ലോ. എനിക്ക് ലോങ് റീഡ് കുറച്ച് പ്രയാസമാണ്. എനിക്ക് പേഷ്യൻസ് കുറവാണെന്ന് എനിക്കറിയത്തില്ല. മുഴുവൻ വായിച്ച് ഇതുവരെ ഞാനൊരു പുസ്തകം മുഴുവൻ വായിച്ചു തീർത്തതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. അത് നല്ല ശീലങ്ങളല്ല കേട്ടോ. അപ്പം ബേസിക്കലി എനിക്ക് വായിച്ചതിൽ മുഴുവൻ തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ട്രാക്കുകൾ ക്ലിയർ ചെയ്യുന്നതിനകത്ത് ഹെൽപ്പ് ചെയ്ത ചില ബുക്കുകളുണ്ട്. ഒന്ന് ഏജ്ലെസ് ബോഡി ടൈംലെസ് മൈൻഡ് എന്ന് പറയുന്നത് ഡോക്ടർ ദീപക് ചോപ്രയുടെ ഒരു ബുക്കുണ്ട്. അത് ഞാൻ മുഴുവൻ വായിച്ചിട്ടൊന്നുമില്ല, എങ്കിൽ പോലും അത് എൻ്റെ ചില കോൺസെപ്റ്റുകൾ തരുന്നതിനകത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പണ്ട് മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൺസൾട്ടിങ് ആ ലെവലിലൊക്കെ നിൽക്കുമ്പോൾ ഗുഡ് ടു ഗ്രേറ്റ് എന്നുള്ളൊരു ബുക്കുണ്ട് ജിം കോളിൻസിൻ്റെ. അത് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിനെ ബേസ് ചെയ്താണ് ഇപ്പോഴും പല ആൾക്കാരും ഇന്നും പല കോർപ്പറേറ്റ് ട്രെയിനിങ്ങുകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറേ ബുക്കുകളുണ്ട്. ഈ ബുക്കുകളൊന്നും ഞാൻ ഈ മുഴുവൻ വായിക്കാത്തത് കൊണ്ടും മിക്കതും ഞാൻ ആ ബുക്കുകളുടെ ഒരു ചെറിയ സംക്ഷിപ്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടി കഴിയുമ്പോൾ തന്നെ എനിക്ക് അതിന് എന്തെങ്കിലും പറ്റുന്നതാണെങ്കിൽ, എനിക്കിഷ്ടമുള്ളത് വായിക്കാൻ താല്പര്യമുള്ളതെന്ന് പറയുന്നത് എപ്പോഴും ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടോ, നോർമലി അങ്ങനെ നോക്കുകയാണെങ്കിൽ ബുക്കുകളേക്കാൾ കൂടുതൽ ഞാൻ വായിക്കുന്നത് ആർട്ടിക്കിൾസ് ആണ്, പബ്ലിഷ് പേപ്പേഴ്സാണ്. മുഴുവൻ വായിക്കത്തില്ലെങ്കിലും പുസ്തകങ്ങൾ എഴുതപ്പെടാറുണ്ട്. എത്ര പുസ്തകങ്ങൾ എഴുതി? ഞാൻ ആദ്യം ധനത്തിന് വേണ്ടി ചെയ്തത് വിജയമന്ത്രങ്ങൾ, പിന്നീട് സൃഷ്ടിക്കാം നിങ്ങളുടെ ലോകം എന്ന് പറഞ്ഞൊരു പുസ്തകം ചെയ്തു, പിന്നെ തഥാസ്തു എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഒരു പുസ്തകം ചെയ്തു, പിന്നീട് ഓഫ് ലേറ്റ് ചെയ്തത് മേക്കിംഗ് ഓഫ് ദ സൂപ്പർ ഹ്യൂമൻ എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് ബേസിക്കലി ഇത് ശരിക്കും ഞാൻ എഴുതപ്പെടുക എന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ, ഇത് ആ സമയത്ത് ഞാൻ ചെയ്യുന്ന കുറേ വർക്ക് ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 2006 ഒക്കെ 2007 ഞാൻ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് കുറേ സ്റ്റഡീസും പേപ്പേഴ്സും ഒക്കെ വായിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ക്രോഡീകരിച്ച് വരുമ്പോഴാണ് ഒരു പുസ്തകമായി മാറുന്നതാണ്. അല്ലാതെ ഞാനൊരു ഓഥറാന്ന് പറയാനായിട്ട് എനിക്ക് വളരെ വിഷമമാണ്. കാരണം അങ്ങനെ എന്നോട് ഇപ്പോൾ ഒരാൾ വന്ന് പറയുകയാണ്, സ്ഥിതി കുറച്ച് പൈസ തരാം, ഒരു പുസ്തകം എഴുതാമെന്ന് ചോദിച്ചാൽ എന്നോട് സാധിക്കില്ല. ഇപ്പം മേക്കിംഗ് ഓഫ് ദ സൂപ്പർ ഹ്യൂമനും അതുപോലെ തന്നെയാണ്. ഞാൻ ഈ ലോഞ്ചിവിറ്റിയും അതുപോലെ ബയോഹാക്കിങ്ങായിട്ടുള്ള സ്റ്റഡീസ് മുഴുവൻ ഇങ്ങനെ അതുപോലെ പല റിസർച്ചേഴ്സും ഇൻട്രാക്ഷൻ, അപ്പം ഞാനിതെല്ലാം നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ച സമയത്താണ് എനിക്ക് തോന്നിയത് ഇതൊന്ന് കമ്പൈൽ ചെയ്താൽ ഭംഗിയാവുമല്ലോ. അങ്ങനെ കമ്പൈൽ ചെയ്തപ്പോൾ ഒരു ബുക്കായി മാറുന്നു എന്ന് പറയുന്നതാണ്. നമുക്കിപ്പം ഇത്രയധികം സമയം ചെലവഴിച്ച സജീവ് നായരോട് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.